കോങ്കണ്ണ് അഥവാ സ്ക്വിന്റ് അഥവാ സ്ട്രാബിസ്മസ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണഗതിയിൽ നമ്മുടെ കണ്ണുകൾ, രണ്ട് കണ്ണും ഒരു സാധനത്തുമേയാണ് ഫോക്കസ് ചെയ്യുക, ഒരു വസ്തുവുമേ ആയിരിക്കും ഫോക്കസ്. കോങ്കണ്ണിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കണ്ണ് ഒരു സാധനത്തിന്, ഒരു വസ്തുവിന് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റേ കണ്ണ് വേറൊരു ദിശയിലായിരിക്കും ഫോക്കസിങ് വരിക. അപ്പോൾ രണ്ട് കണ്ണും കൊണ്ടുള്ള ഒരു ഇമേജ്, ഫ്യൂസ്ഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യില്ല. കോങ്കണ്ണ് ഏതൊക്കെ വിധത്തിലുണ്ടെന്ന് നോക്കാം. അതായത് ജന്മന ഉണ്ടാവുന്ന കോങ്കണ്ണ്, പിന്നീട് കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ 1.5-2 വയസ്സ് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യണ കോങ്കണ്ണുണ്ട്, ഇപ്പോൾ ഒരു അഡൾട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ വരുന്ന കോങ്കണ്ണുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ കഞ്ചനൈറ്റൽ, പിന്നെ ഡെവലപ്മെന്റൽ, പിന്നെ അഡൾട്ട് സ്ട്രാബിസ്മസ് എന്നും പറയും. വേറൊരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കണ്ണ്, അതായത് ഈസോട്രോപ്പിയ എന്ന് പറയും. വേറൊരു തരത്തിലുള്ളത് എക്സോട്രോപ്പിയ, അതായത് ഒരു കണ്ണ് പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മാതാപിതാക്കളായാലും കുട്ടികളായാലും എന്താണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ജന്മനാ കോങ്കണ്ണ് ഉണ്ടെങ്കിൽ, അതായത് 1 മാസം 2 മാസത്തിലൊക്കെ കോങ്കണ്ണ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം, നിർബന്ധമായിട്ട് കാണിക്കണം. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ചിലപ്പോൾ കോങ്കണ്ണ് വരാം. ആ കണ്ണിൽ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ കാഴ്ചക്കുറവോ ചിലപ്പോൾ തിമിരോ ഉണ്ടായ കൊണ്ട്, കണ്ണിൽ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് കോങ്കണ്ണ് വരാം നമുക്ക്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, കോങ്കണ്ണ് നമുക്ക് ജീവിതകാലം മുഴുവൻ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുന്നതുമായൊരു സർജറിയാണ്.